അനാവശ്യ ഹർത്താലുകൾക്ക് എതിരെ നിയമസഭ തുടർച്ചയായ ഹർത്താലുകൾ ഒഴിവാക്കുന്നതിന് സർവകക്ഷി യോഗം വിളിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. ഹർത്താൽ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് പറയാനാകില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അടുത്തിടെ നടന്ന ഹർത്താലുകൾ ചിലർ ബോധപൂർവം സംഘടിപ്പിച്ചതാണെന്നും കേരളത്തിന്റെ വികസനത്തിന് ഒരു സംഭാവനയും ചെയ്യാത്തവരാണ് ഇതിന് പിന്നിലെന്നും കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാർ ഇക്കാര്യം സംബന്ധിച്ച് ഗൗരവമായി തന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാകും. ഹർത്താലിൽ അക്രമം നടത്തിയവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അക്രമികളിൽ കുറേ പേരെ സംഭവസ്ഥലത്ത് വെച്ചും മറ്റുള്ളവരെ അക്രമ സംഭവങ്ങൾ ചിത്രീകരിച്ച വീഡിയോ ഫോട്ടോകളിൽ നിന്നും തിരിച്ചറിഞ്ഞു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതടക്കമുള്ള കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മുന്നോട്ടു പോക്കിനെ തടയാൻ ബോധപൂർവമുള്ള ചില നടപടികൾ കേരളത്തിൻ്റെ വികസനത്തിന് ഇതേവരെ ഒരു പങ്കും വഹിക്കാത്ത ചില ശക്തികൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിന്നൽ ഹർത്താലിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ നിലപാടെടുത്തു. അനാവശ്യ ഹർത്താൽ നിയന്ത്രിക്കാൻ നിലവിലുള്ള ഹർത്താൽ നിയന്ത്രണ ബിൽ പാസാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. അനാവശ്യമായ ഹർത്താൽ നിയന്ത്രിക്കണം എന്നുള്ള കാര്യത്തിൽ സഭയുടെ ഏക അഭിപ്രായമാണെങ്കിൽ ഈ ബില്ല് എന്തുകൊണ്ട് ഈ സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിൽ അനാവശ്യ ഹർത്താൽ പരിപൂർണമായി നിയന്ത്രിക്കണമെന്ന് ആ ബില്ലും പറയുന്നില്ല. ഈ കാര്യത്തിൽ കേരളം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ കാര്യത്തിൽ ഒരു വളരെ ശക്തമായ നിലപാട് എടുക്കേണ്ടതായിരിക്കുന്നു എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ പ്രോപ്പർട്ടിയായി ഇപ്പോഴുമുള്ള ഈ ബില്ല് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇത് പാസ്സാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ എടുക്കുമോ എന്നാണ് എനിക്ക് അങ്ങയിലൂടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാം. കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതുപോലെ അനാവശ്യ ഹർത്താൽ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ഹർത്താൽ നിയന്ത്രണ ബില്ലിലേക്ക് കടക്കുമോ സർക്കാർ? ഹർത്താലുകൾക്കെതിരെ ഒരു പൊതുവികാരമാണ് സഭയിൽ ഉണ്ടായത്. അനാവശ്യ ഹർത്താലുകൾ നിയന്ത്രിക്കണമെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നുപോലെ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് ഹർത്താൽ നിയന്ത്രണ ബില്ല് കൊണ്ടുവന്നത്. എന്നാൽ ഇത് ഇതുവരെയും പാസ്സാക്കിയിട്ടില്ല. സർക്കാരിന്റെ ഈ നടപടികളിൽ ഹർത്താലിനെതിരെ സംസാരിക്കുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ബില്ല് പാസ്സാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വിഷയം സംസാരിച്ച ലീഗ് MLA മാരും അതുപോലെ ഭരണപക്ഷത്തെ MLA മാരും എല്ലാം സമാന നിലപാടാണ് പങ്കുവച്ചത്. അനാവശ്യ ഹർത്താലുകൾ ഒഴിവാക്കണം. മുഖ്യമന്ത്രി ഇക്കാര്യത്തിലും അനുകൂല സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. ഹർത്താലുകൾക്കെതിരെ പൂർണ്ണമായും ഹർത്താലുകൾ നിരോധിക്കാനാകില്ല. പക്ഷേ അനാവശ്യ ഹർത്താലുകൾ പെട്ടെന്നുണ്ടാവുന്ന ഹർത്താലുകളൊക്കെ എതിരേക്ക് നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്, സർവകക്ഷി യോഗത്തിനും തയ്യാറാണ്. ആദ്യം സഭയ്ക്ക് പുറത്തും പിന്നീട് സഭയ്ക്കകത്തും ഹർത്താൽ നിയന്ത്രണ ബിൽ പാസ്സാക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുവെ അനാവശ്യ ഹർത്താലുകൾക്കെതിരെ ഒരു പൊതുവികാരം തന്നെയാണ് സഭയിലുണ്ടായത്. അരുൺ, ശബരിമല വിഷയത്തിൽ നടന്ന ഹർത്താലുകൾ എടുത്തു ചൂണ്ടിക്കാണിച്ച് അതിനെ എതിരെ ഒരു രാഷ്ട്രീയപരമായ ഒരു നീക്കം കൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. അങ്ങനെ കൂടി വിലയിരുത്തണ്ടേ? ഏത് രീതിയിലായിരുന്നു നിയമസഭാംഗങ്ങളുടെ പ്രതികരണങ്ങൾ? ഏകകണ്ഠമായി ഹർത്താലിനെതിരെയുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു? ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നേരത്തെ തന്നെ അനാവശ്യ ഹർത്താലുകളും അതുപോലെ ഹർത്താലിന് ടൂറിസം IT അടക്കമുള്ള മേഖല ഒഴിവാക്കുന്നത് സംബന്ധിച്ചും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു, അഭിപ്രായം പങ്കുവച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി വേണം ഇന്നത്തെ സഭയിലെ ചർച്ചകളും കാണാൻ. ശബരിമല സംഭവങ്ങളുടെ പേരിൽ നടന്ന ഹർത്താലും അതിലെ അക്രമങ്ങളായിരുന്നു പ്രധാന ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. ലീഗ് MLA മാരാണ് ആ ചോദ്യം ഉന്നയിച്ചത്. അതിന്റെ മറുപടി തന്നെ മുഖ്യമന്ത്രി BJP രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ വളർച്ചയിൽ ഒരു പങ്കും വഹിക്കാത്തവരാണ് ഇത്തരം ഹർത്താലുകൾ നടത്തിയത്. അതിന്റെ പേരിൽ പൂർണ്ണമായും ഹർത്താലുകൾ നിരോധിക്കുന്നതിനെ കുറിച്ച് സർക്കാർ ഇപ്പോൾ ചിന്തിക്കാനാകില്ല. പക്ഷേ അനാവശ്യ ഹർത്താലുകൾ ഒഴിവാക്കുന്നതിന് വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവും BJPയുടെ ഹർത്താലിനെ ഉയർത്തിക്കാട്ടിയാണ് സംസാരിച്ചത്. ഒരാളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അർദ്ധരാത്രി ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഏക സ്വരത്തിലാണ് അനാവശ്യ ഹർത്താലുകൾക്കെതിരെ സഭയിൽ സംസാരിച്ചത്. BJPയുടെ ഏക MLA O രാജഗോപാൽ വിഷയത്തിൽ പ്രതികരിച്ചതുമില്ല. ഏതായാലും അനാവശ്യ ഹർത്താലുകൾ നിരോധിക്കുന്നതിനും അതുപോലെ ഹർത്താലുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതായത് അരുൺ, ഇതൊരു ഹർത്താൽ നിയന്ത്രണ ബില്ലിലേക്ക് പോകാൻ വളരെ പെട്ടെന്ന് സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഈ വിഷയത്തിൽ പുറത്തെ ചർച്ചകൾ നടക്കട്ടെ, എന്നിട്ട് ഈ വിഷയത്തിലേക്ക് കടക്കാം, അങ്ങനെ ഒരു നിലപാടാണോ ഇടത് സർക്കാരിന്റേത്?
അങ്ങനെ വേണം കരുതാൻ. ആദ്യം സഭയ്ക്ക് പുറത്തും പിന്നീട് സഭയ്ക്കകത്തും ചർച്ചയാകാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സർവകക്ഷി യോഗത്തിനും സർക്കാർ തയ്യാറാണ്. സർക്കാർ ഒരുപക്ഷെ ആദ്യം ഹർത്താലുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർവകക്ഷി യോഗം വിളിച്ചേക്കാം. അതിനുശേഷം ബില്ല് പരിഗണിക്കുന്ന കാര്യമൊക്കെ ചർച്ച പിന്നീട് വരും. ബില്ല് ഇപ്പോഴും ലാപ്സ് ആയിട്ടില്ല. ബില്ല് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം പാസ്സാക്കുന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഉടനടി അത് പാസ്സാക്കുന്ന കാര്യത്തിൽ സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്ന് കരുതാനാകില്ല. ഒരു ചർച്ചകൾക്കും അതിനുശേഷം ഉണ്ടാകുന്ന സമവായത്തിന് ശേഷം മാത്രമാകും ഹർത്താൽ നിയന്ത്രണ ബില്ല് സർക്കാർ പരിഗണിക്കുക. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി മറ്റ് കാര്യങ്ങൾ എന്തെല്ലാമാണ് വിശദീകരിച്ചത്? ഇന്നലെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പോലെയുള്ള പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ പേരെടുത്തു പറയാതെ പക്ഷേ ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹം പറയുകയുമുണ്ടായി സഭയിൽ. ശബരിമല വിഷയത്തിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ, ഹർത്താലും അതിനെ തുടർന്ന അക്രമങ്ങളുമായിരുന്നു മുഖ്യമന്ത്രി പ്രധാനമായും ചോദ്യമായി വന്നത്. അതിനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി രാഷ്ട്രീയമായ ചില പ്രസ്താവനകൾ നടത്തിയത്. സംസ്ഥാനത്തിന്റെ വളർച്ചയിൽ വികസനത്തിൽ ഒരു പങ്കും വഹിക്കാത്ത, അതിന് ഒരു സാധ്യതയുമില്ലാത്ത ചിലരാണ് ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിൽ. കരുതിക്കൂട്ടിയുള്ള ഗൂഢലക്ഷ്യത്തോടെയുള്ള അക്രമങ്ങൾ ഉണ്ടായി. ഹർത്താലിന്റെ മറവിൽ അത്തരം ശ്രമങ്ങളുണ്ടായി. അത് അനുവദിക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റൊരു പ്രധാന വിഷയം സഭയിൽ ഉയർന്നു വന്നത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. വിഴിഞ്ഞം പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ചില തടസ്സങ്ങളുണ്ടായി. സമയബന്ധിതമായി തന്നെ അത് പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. വി അരുണാണ് നിയമസഭയിൽ നിന്ന് വിശദാംശങ്ങൾ അറിയിച്ചത്. ഇപ്പോൾ സേ നോ ടു ഹർത്താലിന്റെ ഭാരവാഹി രാജു പി നായർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജു പി നായർ, അനാവശ്യ ഹർത്താലുകൾ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുന്നു. പൊതുജനങ്ങളുടെ ഇടപെടലുകൾ, സേ നോ ടു ഹർത്താൽ സംഘടനകൾ അടക്കമുള്ളവരുടെ ഇടപെടലുകൾ അതിനകത്ത് നിർണായകവുമായിരുന്നിരിക്കും. പക്ഷേ ഒരു ഹർത്താൽ നിയന്ത്രണ ബിൽ കൊണ്ടുവന്ന് ഹർത്താൽ വിരുദ്ധ അല്ലെങ്കിൽ ഹർത്താൽ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുക, അങ്ങനെ ഒരു സ്വപ്നം വിദൂരത്തിലല്ലേ? പക്ഷേ അല്ല, അങ്ങനത്തെ ഒരു സ്വപ്നം വിദൂരത്തിലാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം പൊതുജനങ്ങളുടെ സമ്മർദ്ദം നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇപ്പോൾ തുടരെയുള്ള ഹർത്താലുകൾ ഇല്ലാതെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും CPM-ന്റെ നേതൃത്വം ഉൾപ്പെടെയുള്ള ഹർത്താലിനെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ ഹർത്താൽ നിയന്ത്രണ ബില്ല് വന്നപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ രമേശ് ചെന്നിത്തല ആ ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചവരാണ് CPM-ന്റെ നേതൃത്വം. ഇന്ന് അതിൽ നിന്ന് മാറി ഹർത്താൽ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയതിൽ നമുക്ക് സ്വാഗതാർഹമാണ്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുള്ളത്, എപ്പോഴും ഈ ഹർത്താലുകളെ കുറിച്ച് പറയുമ്പോൾ അനാവശ്യ ഹർത്താലുകൾ എന്നുള്ള പ്രയോഗമാണ് വരുന്നത്. ഈ അനാവശ്യ ഹർത്താലുകൾ എന്നുള്ള പ്രയോഗമാണ് ഹർത്താലിനെതിരെയുള്ള സമരത്തിനെ പിന്നോട്ടടിക്കുന്നത്. കാരണം ആരാണ് ഇതിന്റെ ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് തീരുമാനിക്കുന്നതാണ് ഇതിന്റെ പ്രശ്നം. ആവശ്യവും അനാവശ്യവും പൊതുജനങ്ങൾക്ക് തീരുമാനിക്കാനാകുന്ന രീതിയിൽ ഹർത്താൽ ജനാധിപത്യപരമാണെങ്കിൽ പോലും ഇത്രയും പ്രശ്നങ്ങളില്ല. പകരം അവരെ ഭീഷണിപ്പെടുത്തി അവരെ വീട്ടിലിരുത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യം അംഗീകരിച്ചു എന്ന് പറയുന്ന ജനാധിപത്യപരമല്ലാത്തത് കൊണ്ടാണ് ഹർത്താലിനെ എതിർക്കുന്നത്. അതൊരു പേരിന്റെ മാത്രമല്ല, ആ സമരത്തിന്റെ ഹർത്താലിന്റെ സ്വഭാവമുള്ള എല്ലാ നടപടികളെയും എതിർക്കുന്നതിന്റെ കാര്യം അതാണ്. അനാവശ്യവും ആവശ്യവും ജനങ്ങൾക്ക് തീരുമാനിക്കുവാൻ സ്വാതന്ത്ര്യം കൊടുക്കണം. ഒരു വിഷയത്തിൽ ഹർത്താലാണ് നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു സമരം നടത്തുന്നതെങ്കിൽ അതിന് ആ ജനങ്ങൾക്ക് ആഭിമുഖ്യമുണ്ടോ അല്ലെങ്കിൽ അതിനോട് എതിർപ്പാണോ എന്ന് കാണിക്കുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കൂടി മാനിച്ചു വേണം സമരങ്ങൾ നടത്താൻ. അത് തന്നെയാണ് ശ്രീ രാജു പി നായർ. കാരണം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൽക്കാലം മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിഷേധ മാർഗം, പ്രാബല്യത്തിലുള്ള വിജയകരമായി നടപ്പാക്കാൻ കഴിയുന്ന പ്രതിഷേധ മാർഗം ഹർത്താൽ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പൂർണ്ണമായും ഹർത്താലിനെതിരെയുള്ള നിലപാടെടുക്കാൻ എങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുമെന്ന ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ സ്വപ്നം വിദൂരത്തിലാവില്ലേ? അത് കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിയില്ല. കാരണം ഹർത്താലിനെതിരെ നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അത് എന്റെ തന്നെ രാഷ്ട്രീയ പാർട്ടി അതിനെതിരെ നിലപാടെടുത്തില്ല. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് അതിൽ നിന്നെല്ലാം പിന്നോട്ട് മാറിക്കൊണ്ട് ഈ ഹർത്താലുകൾ തന്നെ നടത്തുന്ന അവസ്ഥ കണ്ടു. ഇപ്പോ ആ നിലപാട് നിൽക്കുന്നിടത്തോളം കാലം രാഷ്ട്രീയ പാർട്ടികൾ ഈ ഹർത്താൽ എന്ന് പറയുന്ന സമരം തങ്ങളുടെ അധികാരമോ അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായമാണെന്ന് ജനങ്ങളെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ഈ സമരമാർഗത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ വിധി വന്നിട്ട് പോലും ഞങ്ങൾ ആ ക്യാമ്പയിൻ പുറകോട്ട് പോകാതെ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പൊതുജനങ്ങളുടെ സമ്മർദ്ദം ഇതിനുമേൽ ഉണ്ടായിക്കൊണ്ട് ഈ ഹർത്താൽ ദിവസം പൊതുജനങ്ങളെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് ഹർത്താലുകളെ നിരാകരിച്ചുകൊണ്ട് ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾ നിർത്തുള്ളൂ.
കഴിഞ്ഞ 2 ഹർത്താലിന് ജനങ്ങൾ ഞാൻ തിരികെ വരാം. ദയവായി തുടരുക രാജു പി നായർ. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ എം എം ഹസൻ നമുക്കൊപ്പം ചേർന്നു. ശ്രീ എം എം ഹസൻ, UDF ഹർത്താൽ നിയന്ത്രണ ബിൽ കൊണ്ടുവരുമ്പോൾ അതിനോട് മുഖം തിരിച്ചു നിന്ന ഇടതുപക്ഷം പക്ഷേ ഇപ്പോൾ അനാവശ്യ ഹർത്താലുകൾ വേണ്ട എന്നൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് കടക്കുന്നു. അങ്ങനെ ഒരു ബിൽ പാസാക്കിക്കൊണ്ട് ഹർത്താലുകൾ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളം മാറുമെന്ന് പൊതുജനത്തിന് പക്ഷേ പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. കാരണം ഈ ഹർത്താലുകൾ നടത്തുന്നത് ആവർത്തിച്ച് ഈ മിന്നൽ ഹർത്താലുകളൊക്കെ ഹർത്താൽ നടത്തി നാശനഷ്ടങ്ങൾ ഉണ്ടായി, അപകടം ഉണ്ടായാലൊന്നും ഒരു കുഴപ്പമില്ല ആഹ്വാനം ചെയ്യുന്നവർക്ക് എന്നൊരു തോന്നലുകൊണ്ടാണ്, ഒരു ഫിയർ കോംപ്ലക്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഈർക്കിൽ പാർട്ടികൾ പോലും ഹർത്താലിൽ ഒരുങ്ങുന്നത്. ഇങ്ങനെയൊരു നിയമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഹർത്താല് ഏറ്റവും അവസാനത്തെ നമ്മുടെ സമരായുധമായിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം മറ്റൊരു മാർഗവും ഇല്ലാതെ വരുമ്പോൾ, അതുപോലുള്ള ഒരു പ്രശ്നം വരുമ്പോഴല്ലാതെ ഒരിക്കലും ഹർത്താൽ ആഹ്വാനം ചെയ്യാൻ പാടില്ല. ഇപ്പൊ നടക്കുന്ന ഹർത്താലുകളെല്ലാം അനാവശ്യമായ ഹർത്താലുകളാണ്. അത് എന്റെ പാർട്ടി നടത്തുന്നതായാലും മാർക്സിസ്റ്റുകാർ നടത്തുന്നതായാലും BJPക്കാർ നടത്തുന്നതായാലും ഇതിനെയൊക്കെ സത്യത്തിൽ അവർ തീരുമാനം രാഷ്ട്രീയ പാർട്ടികൾ എടുക്കണം. അതിന് ഈ നിയമം വലിയൊരു സഹായകമാണെന്നാണ് എന്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കാമെന്ന് പറഞ്ഞത് വളരെ നല്ലൊരു ആശാവഹമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ആ യോഗത്തിൽ വെച്ച് കക്ഷികളെല്ലാം കൂടി ആലോചിച്ച് കഴിഞ്ഞ നിയമസഭയിൽ ഇത് കൊണ്ടുവന്നപ്പോ അതിനെ എതിർത്തത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി. യോജിച്ച നിയമം പാസ്സാക്കണം. നിയമം പാസ്സാക്കിയാൽ തീർച്ചയായിട്ടും ഈ ഹർത്താൽ ആഹ്വാനം ചെയ്താൽ പോലും ഒന്ന് നേരത്തെ ആഹ്വാനം ചെയ്യണം, 6-7 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. ഇതിൽ നാശനഷ്ടമുണ്ടായാൽ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവരിൽ നിന്ന് ഈടാക്കാനുള്ള വ്യവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് വ്യവസ്ഥകൾ, നിയന്ത്രിക്കാനുള്ള വ്യവസ്ഥകൾ ഉള്ളതുകൊണ്ട് ആ നിയമം വലിയൊരു ആവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ എം എം ഹസൻ, 10 രാഷ്ട്രീയ പാർട്ടികളുടെ കോട്ടിലാണ് അനാവശ്യ ഹർത്താലുകൾ ഒഴിവാക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോൾ നമുക്കൊപ്പം ദിവസം നോട്ട് ഹർത്താൽ സംഘടനാ ഭാരവാഹി അടക്കമുള്ളവർ ടെലിഫോൺ ലൈനുണ്ട്. എന്താണ് അനാവശ്യ ഹർത്താൽ? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അനാവശ്യ ഹർത്താലാണല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഹർത്താൽ നിയന്ത്രണത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വരിക? എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അപ്പ ഹർത്താൽ, അതാണ് അനാവശ്യ ഹർത്താൽ. അതിന് വേറെ പ്രതിഷേധ മാർഗങ്ങൾ കണ്ടുപിടിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ അത് വേറൊരു പ്രതിഷേധ മാർഗം കാണണം. നമുക്ക് കരിദിനം ആചരിക്കാം, അല്ലെങ്കിൽ പ്രതിഷേധ ദിനം ആചരിക്കാം. ഹർത്താൽ നടത്തുന്നത് ജനങ്ങൾക്ക് എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. അത് പൗരസ്വാതന്ത്ര്യത്തിന്റെ നേരിലുള്ള വെല്ലുവിളി. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്റെ പാർട്ടിക്കകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട്. പക്ഷെ അതൊന്നും അതല്ല. ഈ നിയമം വരുന്നത് ഹർത്താൽ നടത്താൻ എല്ലാവർക്കും ഒരു വിലങ്ങ് ഏർപ്പെടുത്തുന്ന, നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിയമമായതുകൊണ്ട് ഈ നിയമം വളരെ പ്രയോജനകരമാണെന്നാണ് എന്റെ അഭിപ്രായം. ദയവായി തുടർ ശ്രീ എം എം ഹസൻ. ഇപ്പോൾ CPM നേതാവ് എ റഹീം നമുക്കൊപ്പം ചേർന്നു. ശ്രീ എ റഹീം, ഹർത്താൽ നിയന്ത്രണ ബില്ല് പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവച്ച ആശയമാണ്. സർവകക്ഷി യോഗം വിളിക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സ്വാഗതാർഹമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഒരു ഹർത്താൽ നിയന്ത്രണ സംസ്ഥാനം അല്ലെങ്കിൽ ഹർത്താൽ നിയന്ത്രണ ബില്ല് പാസ്സാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഹർത്താൽ നിരോധിക്കപ്പെടേണ്ടതല്ല, മറിച്ച് ഹർത്താൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ഹർത്താലുകൾ ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ, അത്യന്താപേക്ഷിതമായ സാഹചര്യത്തിൽ മാത്രം പ്രയോഗിക്കേണ്ട ഒടുവിലത്തെ സമരമാർഗമായി, പ്രതിഷേധ മാർഗമായി ഹർത്താലുകൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സമീപകാലത്ത് ഈ കേരളത്തിൽ നടന്ന ഹർത്താൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, എപ്പോഴൊക്കെയായിരുന്നു, എന്തിന്റെ പേരിലായിരുന്നു, എന്ത് ഉദ്ദേശത്തിലായിരുന്നു എന്നെല്ലാം തന്നെ പരിശോധിച്ചാൽ ഈ സമരമാർഗം തന്നെ ഉപേക്ഷിക്കണമോ എന്ന തോന്നൽ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ ഉയർന്നു വരും. അപ്രതീക്ഷിതമായും പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെയും ആർക്കും ഏതൊരാൾക്കും പ്രഖ്യാപിക്കാവുന്ന ഒരു സമരം എന്ന വിധം ഹർത്താൽ അധപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സ്ഥിതിക്കാണ് മാറ്റമുണ്ടാകേണ്ടത്. ഏതായാലും ഇത് പ്രതിപക്ഷം അത്തരം ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചപ്പോൾ സർവാത്മന അതിനെ സ്വാഗതം ചെയ്യുകയും അത് സംബന്ധിച്ച് സർവകക്ഷി യോഗം വിളിക്കാവുന്നതാണ് എന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തതായാണ് നിയമസഭയിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത. ഇത് ഹർത്താലുകളെ കുറിച്ചുള്ള ഈ നമ്മുടെ ഗവൺമെന്റിന്റെ സമീപനത്തെ കുറിച്ച് മാത്രമല്ല ഇതിൽ വായിച്ചെടുക്കേണ്ടത്. പ്രതിപക്ഷം സാർത്ഥകമായൊരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ ആ പ്രതിപക്ഷം വെക്കുന്ന നിർദ്ദേശങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായ ഒരു പ്രതിപക്ഷ ബഹുമാനം നൽകുകയും ജനാധിപത്യപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത് വിശാല മനോഭാവത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ മെരിറ്റ് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഇതിൽ വായിക്കേണ്ടതാണ്. ഇവിടെ സർവകക്ഷി യോഗം വിളിക്കട്ടെ, സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. വളരെ സമവായത്തിൽ ജനാധിപത്യപരമായി തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. കേരളത്തിന്റെ പുരോഗതിക്ക് നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഹർത്താലുകൾ
ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്നത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ ഉൽപാദനക്ഷമതയെ ഒക്കെ അത് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ഹർത്താലിന്റെ ഭാഗമായി ഉണ്ടായത് വ്യാപകമായ നാശനഷ്ടങ്ങളും ആസൂത്രിതമായ സ്റ്റേഷനെതിരായ കലാപങ്ങളും അക്രമവും ഒക്കെയായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കേരളം പോലെ ഇനി നിക്ഷേപ സൗഹൃദമായി വളരേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലാണ് കേരളം എത്തി നിൽക്കുന്നത്. റഹീം, പക്ഷേ റഹീം ഒരു ചെറിയൊരു സംശയമുള്ളത്, അനാവശ്യ ഹർത്താലുകൾ നിരോധിക്കേണ്ടതല്ല നിയന്ത്രിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അത് ചില രാഷ്ട്രീയ പാർട്ടികൾ മാത്രം നടത്തുമ്പോൾ ഹർത്താൽ നിരോധിക്കപ്പെടേണ്ടതാണ്, അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയില്ലോ. സാധാരണ ജനങ്ങൾ, ഹർത്താലിനെതിരായ സംഘടനാ ഭാരവാഹി നമുക്ക് ടെലിഫോൺ ലൈനുണ്ട്, അദ്ദേഹം പറയുന്നതടക്കം ജനങ്ങൾക്ക് എല്ലാ ഹർത്താലുകളും അനാവശ്യമായിട്ട് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിയന്ത്രണവും നിരോധനവും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇനി തീരുമാനിക്കാൻ പോകുന്നത്? അല്ല, അത് ഈ ഹർത്താൽ എതിരാളി നിൽക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളെയൊന്നും തന്നെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല നമ്മുടെ പോലൊരു സമൂഹത്തിൽ. ഈ ഹർത്താലുകൾ നിരോധിക്കണമെന്ന ആവശ്യം ഉയരുന്നത് പോലെ തന്നെയാണ് ഹർത്താലിനെതിരെയെല്ലാം ഉയർന്നു പോകുന്ന ഇത്തരത്തിലുള്ള അരാഷ്ട്രീയ സംഘടനകളെ കൂടി നിയന്ത്രിക്കേണ്ടത്. ഇവരുടെ ഫണ്ടിങ് എവിടെയാണ്? ഇവരെല്ലാം ഇതിന്റെ എല്ലാം ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത വിധമാണ് ഇത്തരം സംഘടനകൾ നിൽക്കുന്നത്. അതൊക്കെ വെറുതെ വാർത്തയിലിടം കിട്ടാൻ എന്തെങ്കിലും പറയുക മാത്രമാണ്. അതൊന്നും ശരിയല്ല. നമ്മൾ പ്രായോഗികമായാണ് കാര്യങ്ങളെ സമീപിക്കേണ്ടത്. ഇപ്പോ തൊഴിലാളികളുടെ പണിമുടക്ക് ഇവിടെ നടന്നു. തൊഴിലാളികളുടെ പണിമുടക്ക് തൊഴിലാളികളുടെ സ്വാഭാവികമായ പ്രതിഷേധമായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട പണിമുടക്കാണ്. അത്തരം കാര്യങ്ങൾ പോലല്ല ഇത്. ഇവിടെ നമ്മൾ വേർതിരിച്ച് കാണണം. പ്രായോഗികമായി കാര്യങ്ങളെ സമീപിക്കണം, വസ്തുതാപരമായി കാര്യങ്ങളെ സമീപിക്കണം. കാർഡച്ച് വെടിവെക്കാൻ ആർക്കും സാധിക്കും. അതിന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സംഘത്തിന്റെ പേര് ചാർത്തിയാൽ മതി. അതും അനഭിലഷണീയ പ്രവണതയാണ്. അനാവശ്യ ഹർത്താലുകൾ സമൂഹത്തിന് അനഭിലഷണീയ പ്രവണത എന്നതുപോലെ തന്നെയാണ് ഈ പറയുന്ന കൂട്ടരും അനഭിലഷണീയ പ്രവണതയാണെന്ന്. ദയവായി ഒരു നിമിഷം തുടരുക റഹീം. ശ്രീ രാജു പി നായർ, അതാണ് ഒരു CPM നേതാവ് പറയുന്നതാണ്. അതായത് അരാഷ്ട്രീയതയെ വളർത്താനുള്ള ചില നീക്കങ്ങളും ഹർത്താൽ പൂർണ്ണമായി നിരോധിക്കണം എന്ന് പറയുന്നതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നു. തൊഴിലാളികൾ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഹർത്താലിനെ പോലെ മറ്റൊരു പ്രതിഷേധ മാർഗത്തിലേക്ക് ചിന്തിക്കുന്നത് എങ്ങനെ? അങ്ങനെയുള്ള ഒരു വാദം കൂടി റഹീമിന്റെ വാക്കുകളിലില്ലേ? എന്താണ് മറുപടി? റഹീം ഈ ക്യാമ്പയിനെതിരെ നടത്തുന്ന ആരോപണങ്ങളൊക്കെ അതിന്റെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ചു കളയാണ്. കാരണം കഴിഞ്ഞ 8, 10, 9 വർഷമായിട്ട് ഹർത്താലുകൾക്കെതിരെ സമരം ചെയ്ത ഒരു സംഘടനയാണ് ഞങ്ങളുടെ. CPM-നും റഹീമിനും കഴിഞ്ഞ 8 വർഷമായിട്ട് ജനങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞ 8 വർഷമായിട്ട് നിരന്തരമായ സമരം നടത്തിയ ഒരു വിഷയം പറയാൻ സാധിക്കും? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടത്തുന്ന കത്തിക്കുത്തലും അല്ലെങ്കിൽ കൊലപാതകത്തിലും ബോംബേറിലും ഈ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ എന്തു വിതച്ചു? ഇവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാക്കി ജനങ്ങളെ മാറ്റിക്കൊണ്ട് തങ്ങൾ എന്തൊക്കെയോ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നുള്ള രീതിയിൽ തലേ ദിവസം ഒരു പ്രസ്താവന നടത്തിയിട്ട് ആ ഹർത്താലിൽ ജനങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യം നടത്തുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ മര്യാദയില്ലായ്മയാണ്. റഹീമിനെ എന്നെ വ്യക്തമായിട്ട് അറിയാത്തോണ്ടായിരിക്കും. ഞാനൊരു രാഷ്ട്രീയ സംഘടനയുടെ ജില്ലാ നേതാവാണ്. എനിക്കും വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഞാൻ സമരങ്ങളും പങ്കെടുക്കുന്ന. കഴിഞ്ഞ പണിമുടക്ക് ജനങ്ങളുടെ തൊഴിലാളികളുടെ അവകാശമാണ് എന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തേനോത്ത് വന്ന് ഹർത്താൽ എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ പണിമുടക്കിനെതിരെ പ്രവർത്തിക്കാഞ്ഞത്. കാരണം പണിമെടുക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ പണിമുടക്കിക്കോളൂ, പക്ഷെ പണിമുടക്കിൽ പങ്കെടുക്കാത്ത ജനങ്ങൾക്ക് അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകാനുള്ള അവകാശം കൊടുക്കണം. ഇത് വർഷങ്ങൾക്ക് മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഈ കേരളത്തിലെ ജനത മുഴുവൻ സർക്കാർ ജോലിക്ക് വേണ്ടിയോ അത്തരത്തിലുള്ള അവസരങ്ങൾ നോക്കി നിന്നിരുന്ന സമയത്തു നിന്നും മാറി ഇന്ന് കേരളത്തിലെ യുവജനങ്ങൾ മുഴുവൻ സ്വയം സംരംഭകരാണ്. അവരുടെ ജീവിതവുമായിട്ട് സ്വന്തം നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ജീവിതത്തെ പിന്നോട്ടടിക്കുന്ന ഹർത്താൽ എന്ന സമരമാർഗം കാലഹരണപ്പെട്ടതാണ്. അത് പിന്നോട്ട് ജനങ്ങളെ അടിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് നിരോധിക്കണം എന്ന് പറയുന്നത്. അതല്ലാണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടക്കുന്ന ചക്കളത്തി പോരാട്ടത്തിന് കേരളത്തിലെ ജനങ്ങളെ ഉത്തരവാദികളാക്കരുത്. ഞങ്ങളുടെ സംഘടനയുടെ ഫണ്ടിംഗ് ഒക്കെ റഹീമിന് വേണമെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം. രാജു പി നായർ, ഇതിനകത്ത് BJP അടിക്കടി ഹർത്താൽ വെച്ചപ്പോൾ ഒരുപക്ഷെ നിങ്ങളടക്കമുള്ള സംഘടനകൾ ജനങ്ങൾ ഈ ഹർത്താൽ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമല്ല നടത്തുന്നത് എന്നുള്ളൊരു മനോഭാവമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ CPM പോലുള്ള സംഘടനകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്യുമ്പോൾ അതേ മനോഭാവം പ്രകടിപ്പിക്കാനുള്ള ഇച്ഛാദാർഢ്യം ഉണ്ടാകുമോ സംഘടനകൾക്ക്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2010 ജൂലൈ 5 ആദ്യമായി ഈ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ചെയ്യുന്നത് ഒരു CPM-ന്റെ ഹർത്താലിനെതിരെയാണ്. അന്ന് മുതൽ കോൺഗ്രസിന്റെ ഹർത്താൽ നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹിയായ ഞാൻ തന്നെ ആ പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഹർത്താലുകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് വാർത്തകളുമായിട്ടുണ്ട്.
ഇവിടെ ഇതേ സംബന്ധിച്ചോളം ഇതാണ് റൈറ്റ്. തീർച്ചയായും റഹീമ, അതിനുള്ള ഒരു മറുപടി കൂടി, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സമരമാർഗമാണ് ഹർത്താൽ എന്ന് സാധാരണ ജനങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഹർത്താലൊക്കെ പരിഹസിക്കപ്പെടുന്ന ഒരു സമരമാർഗമായി സിനിമകളിൽ പോലും ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ട് 20-30 വർഷങ്ങൾക്ക് മുകളിലായി. രാഷ്ട്രീയ പാർട്ടികൾ പക്ഷേ ഇപ്പോഴും ഈ സമരമാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാകേണ്ടതല്ലേ എന്ന് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് തോന്നില്ലേ? ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഏറ്റവും വലിയ ക്യാൻസറിന്റെ പേരാണ് അരാഷ്ട്രീയ രോഗം. ആ അരാഷ്ട്രീയ രോഗം, ആ ക്യാൻസർ തലച്ചലായി പിടിച്ചൊരു മഹാനാണ് അപ്പുറത്ത് നിന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്നത്, അദ്ദേഹം പ്രതികരിക്കുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ, ആ നിലപാടുകളിൽ എടുക്കേണ്ടതുണ്ട്, നിലപാടുകളിൽ തള്ളേണ്ടതുണ്ട്. നിലപാടിൽ അദ്ദേഹം പറഞ്ഞതിൽ അപകടകരമായൊരു ഭാഗം അദ്ദേഹം പറയുകയാണ് ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ സമരങ്ങളെ കുറിച്ചാണ്. ചോദിക്കുന്നു, അദ്ദേഹം വെല്ലുവിളിച്ചൊരു കാര്യം, CPIM-ഉം ഈ കേരളത്തിലെ രാജ്യത്തെ ലെഫ്റ്റും ഏത് സമരമാണ് തുടർച്ചയായി എടുത്ത് വിജയിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തുടർച്ചയായി എടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. 2 ദശകത്തിലേറെയായി നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസും BJP-യും തുടർച്ചയായി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ഈ രാജ്യത്ത് തുടർന്നു വരുന്ന സമരങ്ങൾ, ഈ രാജ്യത്ത് നടന്ന പണിമുടക്കുകൾ, ഹർത്താലുകൾ, പ്രക്ഷോഭങ്ങൾ, ഇതൊന്നും അങ്ങ് കാണുന്നില്ലേ? ഒരു നല്ല സമര മാതൃക എന്ന് പറയുമ്പോൾ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, ജനങ്ങളുമായി കൂടി ബന്ധപ്പെട്ടതാണ്, ജനങ്ങളുമായി വേർതിരിക്കുന്നതല്ല. ഇദ്ദേഹം വ്യാഖ്യാനിക്കുന്നു ഇത് രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കിയിട്ട് എത്ര പേരുണ്ടാകുന്നവരെല്ലാവരും വിളിച്ചെന്ന്. അവർ പറയുകയാണ് ജനത്തിന്റെ പൊതുവികാരം. അപ്പോൾ ഈ ഇവിടെ തെരുവിലിറങ്ങുന്ന, സമരത്തിനിറങ്ങുന്ന, പ്രക്ഷോഭത്തിനിറങ്ങുന്ന ഇവർക്കാർക്കും ഇവരാരും ജനങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങൾ പെടുത്തില്ലേ? നിങ്ങളാണോ ജനം, പൊതുജനം, സമൂഹം, ഇതിന്റെ എല്ലാം സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഏജൻസി? അതൊന്നും വേണ്ട. നമുക്ക് കേരളത്തിന്റെ പൊതുസമൂഹം നിങ്ങളുടെ ശുപാർശ കണ്ടിട്ടല്ലല്ലോ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പ്രകാരം പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോ ഹർത്താലിനെതിരെ ഒരു ബില്ല് കൊണ്ടുവന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്, അല്ലാതെ നിങ്ങളാരുമല്ലല്ലോ. ഈ അരാഷ്ട്രീയതയ്ക്ക് എന്ത് പ്രസക്തിയാണ് കേരളത്തിലുള്ളത്? ഇതെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടെ കേരളം തള്ളിക്കളയണം. അതൊക്കെ തെറ്റാണ്. കേരളത്തിന്റെ പൊതുവായ വളർച്ചയെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം കൂട്ടായി നിൽക്കണം. ഞാൻ വളരെ പോസിറ്റീവായിട്ടല്ലേ ഈ ചർച്ചയെ സമീപിച്ചത്. എനിക്ക് അഭിപ്രായ വ്യത്യാസം ഹർത്താലുകൾക്കെതിരായി ഉയർന്നു വരുന്ന ഈ വികാരത്തോടല്ല, മറിച്ച് ഇത്തരം അരാഷ്ട്രീയ കൂട്ടങ്ങളോടാണ്. ഈ അരാഷ്ട്രീയ കൂട്ടങ്ങൾ ഒരു എന്താ പറയാ, എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഇവർക്ക് സമൂഹത്തിനുള്ളത്? അതൊന്നും ശരിയല്ല. അങ്ങനെയുള്ളവരെയും ഇതിന്റെ ഭാഗമായി വാഴിച്ചു കൊണ്ടുവരുന്നതും ശരിയല്ല. നിങ്ങൾക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട് എങ്കിൽ ആ വ്യക്തിപരമായ അഭിപ്രായത്തെ അതിൻ്റെതായ നിലയിൽ ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങളെയും മാനിക്കണം. റൈറ്റ്. തീർച്ചയായും റഹീമാണ് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ രാജു പി നായരും ഹർത്താൽ നിയന്ത്രണ ബില്ലിലേക്ക് പ്രതിപക്ഷം ആവശ്യം ഉന്നയിക്കുമ്പോൾ സർവകക്ഷി യോഗം വിളിക്കാമെന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനെതിരെ സേനോ ടു ഹർത്താൽ അടക്കമുള്ള സംഘടനകൾ വരുമ്പോൾ ഹർത്താൽ നിരോധിക്കാതെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ, ഏത് രീതിയിലുള്ള നടപടികളാണ് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുക എന്നത് കണ്ടറിയേണ്ടി